മോഹൻലാലും മമ്മൂട്ടിയും ശ്രീനിവാസനും ജയറാമും ഒക്കെ ബോക്സ് ഓഫീസിൽ പോരാടിയ ഒരു ഓണം സീസൺ 36 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഓണം സീസണിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1990 ഓണത്തിന് ഒരു പിടി സിനിമകൾ തിയേറ്ററുകളിലേക്ക് അന്ന് എത്തി. ശരിക്കും അന്നൊരു ചാകര തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നൊന്നും നമുക്ക് അതുപോലെ സിനിമകളൊന്നും തിയേറ്ററിൽ ഇത്ര അധികം സിനിമകൾ ഒരു സീസൺ വരാറില്ല. കാലം മാറി, കാരണം ആളുകൾ സെലക്റ്റീവായി. ഇന്ന് സിനിമകൾ തന്നെ വളരെ വൈഡ് റിലീസായി തുടങ്ങി. വേറെ അന്നൊന്നും പിന്നെ ഓഡിയൻസിന് വേറെ ഓപ്ഷൻസ് ഇല്ല. അവർക്ക് തിയേറ്ററിൽ പോവുക, സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. പിന്നെ വളരെ അപൂർവ ആളുകൾക്ക് മാത്രമേ അന്ന് VCRും ഒരു കാസറ്റും ഒക്കെ എടുത്ത് കാണാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. പിന്നെയാണ് കേബിൾ TV പോലും വന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു 90 എന്ന് പറയുന്ന വർഷം ഏകദേശം ഇപ്പം എൻ്റെ ഒരു ലിസ്റ്റിൽ ഏകദേശം ഒരു 7ഓളം സിനിമകളാണ് അന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നു, പ്രധാനമായിട്ടും റിലീസായിരുന്നത്. അതിലൊരു സിനിമ എന്ന് പറയുന്നത് ഹിറ്റ് മേക്കർ IV ശശിയുടെ, IV ശശി, T ദാമോദരൻ കൂട്ടുകെട്ട സിനിമയാണ് അർഹത. ഈ സിനിമയിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ഉർവശി, രേഖ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. ഞാൻ ആ സിനിമ കുറേ കാലം മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു തൊഴിലാളി സമരവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ്. ഈ വിശേഷത്തിൽ പ്രത്യേകിച്ച് T ദാമോദരൻ്റെ സ്ക്രിപ്റ്റുകൾ നമുക്ക് അറിയാം. അദ്ദേഹം കൂടുതൽ ഈ ഒരു തൊഴിലാളികളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമൊക്കെ പറയുന്നതാണ്. IV ശശി T ദാമോദരൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, MTയുടെ സിനിമ ചെയ്തിട്ടുണ്ട്. MTയുടെ ചെയ്യുമ്പോൾ വേറൊരു തരത്തിലായിരിക്കും, കുറച്ചുകൂടി കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും. ദാമോദര മാഷാവുമ്പോൾ അത് കുറച്ചുകൂടി ഒരു വേറൊരു പൊളിറ്റിക്സ് രീതിയിലായിരിക്കും. ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ അന്ന് PKR പിള്ളയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. PKR പിള്ള അന്ന് ചിത്രവും വന്ദനവും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് മോഹൻലാലിന്റെ സ്വന്തം ആളായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് PKR പിള്ള ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ മോഹൻലാൽ തന്നെയാണ് നായകൻ. പിന്നീട് എയ്യോട്ടോയും ആ വർഷം തന്നെയാണ് 90 എയ്യോട്ടോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയ്യോട്ടോ ഒക്കെ ബോക്സ് ഓഫീസ് ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് അർഹത എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് അന്ന് വരുന്നത്. പിന്നെ മമ്മൂട്ടി ഹരിഹരൻ കൂട്ടുകെട്ടിലെ വടക്കൻ വീരഗാഥയുടെ വിജയത്തിന് ശേഷം അവർ രണ്ടുപേരും ഒന്നിച്ച സിനിമ ഒളിയമ്പുകൾ. ഡെന്നീസ് ജോസഫ് ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്. ഡെന്നീസ് ജോസഫ് അന്ന് ന്യൂഡൽഹിയും നായർ സാബും കോട്ടയം കുഞ്ഞച്ചനും ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഒരിക്കലും. കോട്ടയം കുഞ്ഞച്ചൻ ആ ഒരു 90 എന്ന് പറഞ്ഞൊരു വർഷം തന്നെയാണ്. കോട്ടയം കുഞ്ഞച്ചൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നണം, എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ. ഡെന്നീസ് ജോസഫ് മമ്മൂട്ടി കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നിങ്ങനെ ഒരു ഭയങ്കര ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സുകുമാരൻ അതിലും ശക്തമായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സായികുമാർ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. എൻ്റെ ഒരു ഞാനത് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളതാണ്. തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ് ആ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. അത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. അതിൽ അന്നത്തെ ഏതൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ ഉദ്ദേശിച്ചാണ് അതിലെ സുകുമാരൻ്റെ കഥാപാത്രത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നൊക്കെ അന്നിങ്ങനെ ഗോസിപ്പുകളൊക്കെ പറയുന്ന, പിന്നീട് അതൊക്കെ ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ സിനിമ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. പിന്നെ അയ്യർ ദി ഗ്രേറ്റ്, ഭദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഗംഭീര മേക്കിംഗ് ആയിരുന്നു. ആ സിനിമ കുറച്ച് കാലം എടുത്തു തിയേറ്ററിലെത്താൻ. എനിക്ക് തോന്നുന്നു ഒരു 87 88 ആ സമയത്തൊക്കെ എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അന്ന് രതീഷാണ് നടൻ രതീഷായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. അദ്ദേഹം തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഗുഡ് നൈറ്റ് മോഹനാണ് അത് ഏറ്റെടുത്തിട്ട് അദ്ദേഹം ഫണ്ട് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ അന്ന് തിയേറ്ററിലേക്ക് എത്തിയത്. ഒന്നും ആ സിനിമയെക്കുറിച്ചും എല്ലാവരും അറിയാവുന്നതുകൊണ്ട് ഞാൻ സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ശുഭയാത്ര, കമൽ സംവിധാനം ചെയ്ത് PR നാഥൻ എഴുതിയ ഒരു കൊച്ചു സിനിമ. എനിക്കൊന്ന് ഇതേപോലെ തന്നെ PR നാഥൻ്റെ തന്നെയാണ് തോന്നുന്നത്, ഒരു ചെറുകഥയെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ എഴുതിയിട്ടുള്ളത്. പാർവതിയും ജയറാമും തമ്മിലുള്ള അവരുടെ പ്രണയം ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു സമയം അവിടെ. ജയറാം തന്നെ പല അഭിമുഖങ്ങളും അതൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാൽ ജോസ് ആ സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോംബെയിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ നല്ലൊരു സിനിമ തന്നെയായിരുന്നു ശുഭയാത്ര. പിന്നെ ഇന്ദ്രജാലം, വീണ്ടും ഡെന്നിസ് ജോസഫിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, തമ്പി കണ്ണന്താനം, മോഹൻലാൽ നായകൻ. രാജാവിൻ്റെ മകൻ ടീം, വലിയൊരു കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, ഈ സിനിമയ്ക്കൊക്കെ ശേഷം അവർ ഒന്നിച്ചൊരു സിനിമയാണ് ഇന്ദ്രജാലം. തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്. അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം കണ്ണൻ നായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ എനിക്കൂടി പലരും ഓർക്കുന്നുണ്ടോ, അത് മറക്കില്ല. മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം, അതിലെ പാട്ടുകളും എല്ലാം ഗംഭീര ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഇന്ദ്രജാലം. പിന്നെ സത്യൻ അന്തിക്കാടിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമ തലയണ മന്ത്രവും ഗംഭീര സിനിമയാണ്. അതിൽ ജയറാമും പാർവതിയും ശ്രീനിവാസനും ഇവരൊക്കെ ഉണ്ടെങ്കിലും അതിലെ കയ്യടി മുഴുവൻ കൊണ്ടുവന്നത് ഉർവശിയാണ്. ഉർവശിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ കൂടിയായിരുന്നു തലയണ മന്ത്രം. ഇപ്പം ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ടും അന്ന് തിയേറ്ററിലെത്തിൻ്റെ. പിന്നെ ഒരു കൊച്ചു സിനിമ
അത് എനിക്ക് സത്യം പറഞ്ഞാൽ അന്നത് തിയേറ്ററിൽ ഇറങ്ങിയതെന്ന് ഓർമ്മയില്ല. ഞാൻ ഈ അടുത്തൊന്ന് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. നമ്മുടെ നാട് എന്ന് പറഞ്ഞ കെ സുഗു എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ, അദ്ദേഹം ഡയറക്ട് ചെയ്ത മധുവും ഉർവശിയും ഒക്കെ അഭിനയിച്ച പാപ്പനങ്ങോട് ലക്ഷ്മണൻ. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ആ ഒരു സിനിമ ഉണ്ട്. അതെനിക്ക് ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് തന്നെ, മധു സാർ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടൊക്കെ ഉള്ള പാപ്പനങ്ങോട് ലക്ഷ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഒരു കാലത്തെ ഹിറ്റ് റൈറ്റർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ എഴുതിയത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാനിപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട്, വീഡിയോ ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ വർഷം ഇറങ്ങിയതായിട്ട് പറഞ്ഞത്. ബാക്കി എല്ലാ സിനിമകളും ഓർമ്മയുണ്ട് അന്ന് തിയേറ്ററിൽ ഇറങ്ങിയത്. ഇതിൽ അർഹത തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ, ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. ഇപ്പോൾ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്തൊക്കെ ആയതുകൊണ്ട് എറണാകുളത്താണ്. പക്ഷെ കുട്ടിക്കാലം മുഴുവനും തൃശ്ശൂരായതുകൊണ്ട്, വീട് തൃശ്ശൂരായതുകൊണ്ട് ഞാൻ തൃശ്ശൂരാണ് ഒരുവിധം സിനിമകളൊക്കെ തിയേറ്റർ കണ്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ കോളേജ് പഠനമായി കഴിഞ്ഞപ്പോൾ കോഴിക്കോടാണ് പഠിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കോളേജ് കാലഘട്ടമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ കോഴിക്കോട്, പിന്നീട് അന്നും എറണാകുളത്തേക്കൊക്കെ ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് കോഴിക്കോട് എറണാകുളമൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നതാണ്. നിങ്ങൾ പലരും, നമ്മുടെ ഓഡിയൻസ് ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് അവരുടെ എക്സ്പീരിയൻസ്, അവർ കണ്ട പല തിയേറ്റേഴ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ അർഹത തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് അന്ന് ഇറങ്ങിയത്. പിന്നെ ഒളിയമ്പുകൾ നേരത്തെ ഞാൻ പറഞ്ഞു തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലായിരുന്നു. അയ്യർ ദി ഗ്രേറ്റ് തൃശ്ശൂർ രാമദാസ് തിയേറ്റർ. ശുഭയാത്രയും തൃശ്ശൂർ രാമദാസ്. എനിക്ക് തോന്നുന്നു ആദ്യം അയ്യർ ദി ഗ്രേറ്റ് ഇറങ്ങി, പിന്നെയാണ് ശുഭയാത്ര ഇറങ്ങി. അന്ന് തൃശ്ശൂർ ആകെ 5 തിയേറ്റേഴ്സ് എന്തോ ഉള്ളൂ പ്രധാനമായിട്ടും. ജോസ്, സ്വപ്ന, രാമദാസ്, രാഗം, ബിന്ദു, പിന്നെ ഏതോ ഒരു സിത്താര എന്ന് പറഞ്ഞ തിയേറ്ററും ഉണ്ടായിരുന്നു. ഇത്രയും തിയേറ്റേഴ്സ് ആണ് പ്രധാനമുണ്ട്. അപ്പൊ 5, 7, 8 സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ പല സിനിമകളും ലേറ്റ് ആയിട്ടാണ് ഇറങ്ങാറുള്ളത്. കമ്മീഷണറൊക്കെ ഏപ്രിൽ 14 റിലീസ് ചെയ്ത, 94 ഏപ്രിൽ 14 റിലീസ് ചെയ്ത കമ്മീഷണർ തൃശ്ശൂർ രാമദാസിന്റെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് റിലീസ് ആയിട്ടുള്ളത്. കാരണം അന്ന് ഓൾറെഡി അവിടെ കാബൂളിവാല തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂരിന്റെ തിയേറ്റേഴ്സിന്റെ ഒരു ലിമിറ്റേഷനെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ തലയണ മന്ത്രം തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ്. ഇന്ദ്രജാലം രാഗം തിയേറ്ററിലാണ്. എനിക്ക് തോന്നുന്നു ഇന്ദ്രജാലം ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്നു, ഓണത്തിനുണ്ടായിരുന്നു, കുറെ കാലം ഓടി. തലയണ മന്ത്രവും അതുപോലെ തന്നെ ഒളിയമ്പുകളും സ്വപ്നയാണ്. ആദ്യം ഏതാണ് ഇറങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ മമ്മൂട്ടി സിനിമ തന്നെയായിരിക്കും ആദ്യം സ്വപ്നയിൽ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടായിരിക്കാം അവിടെ തലയണ മന്ത്രം വന്നിട്ടുള്ളത്. പിന്നെ അന്ന് ജോസും സ്വപ്നയും, ഇന്ന് സ്വപ്ന തിയേറ്റർ ഇല്ല, തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാം. ജോസും സ്വപ്നയും ഒരാളുകളുടെയാണ്. അപ്പോൾ പലപ്പോഴും പല സിനിമകളും ജോസിൽ ഇറങ്ങുന്ന ഒരു സിനിമ ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ സ്വപ്നയിലേക്ക് മാറ്റും. ചിലപ്പോൾ അത് ജോസിൽ 3 ഷോയും സ്വപ്നയിൽ 1 ഷോ ഉണ്ടാവും. പിന്നെ സ്വപ്നയിൽ 3 ഷോയുള്ള സിനിമ ജോസിൽ മോർണിംഗ് ഷോ ഉണ്ടാവും. ചിലപ്പോൾ നൂൺ ഷോയും മോർണിംഗ് ഷോയും അങ്ങനെ, അതായത് ഒരു ഏകദേശം ചിലപ്പോൾ 4 സിനിമകളൊക്കെ 2 തിയേറ്റർ കൂടി കളിക്കാറുണ്ട്. ഏതെങ്കിലും ജോസ് തിയേറ്ററിൽ മോർണിംഗ് ഷോ, നൂൺ ഷോ ഒരു സിനിമ, രണ്ടാമത്തെ സിനിമ ജോസിൽ 3 ഷോ, സ്വപ്നയിൽ അതുപോലെ മോർണിംഗ് ഷോ, നൂൺ ഷോ ഒരു സിനിമ, അടുത്ത സിനിമ 3 ഷോ റെഗുലർ ഷോ, 3 ഷോ സ്വപ്നയിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും സിനിമകളിൽ ആ ഓണം വിന്നർ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇന്ദ്രജാലവും തലയണ മന്ത്രവും. ഇന്ദ്രജാലമായിരിക്കും കളക്ഷൻ വൈസ്, അത് കഴിഞ്ഞാൽ തലയണ മന്ത്രമായിരിക്കും. പിന്നെ ഒളിയമ്പുകൾ ഓടിയ ഒരു സിനിമയല്ല. പിന്നെ അർഹതയും അന്ന് വിചാരിച്ച പോലെ ഓടിയ സിനിമയല്ല. ശുഭയാത്രയും ഒരു ആവറേജിൽ ഒതുങ്ങിയ സിനിമയാണ്. അയ്യർ ദി ഗ്രേറ്റ് എനിക്ക് തോന്നുന്നു ആവറേജ് അല്ല, അതിന് മുകളിൽ ഓടി, എന്നാൽ ഭയങ്കര സൂപ്പർ ഹിറ്റും അല്ല. പിന്നെ നമ്മുടെ നാട് എനിക്ക് അറിയില്ല ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ്, എങ്കിലും അതും അങ്ങനെ ഓടാൻ സാധ്യത, ഓടി അങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ അറിയേണ്ടതാണ്, ഞാനൊക്കെ അറിയേണ്ടതാണ്. എന്തായാലും ഇന്ദ്രജാലം തന്നെയായിരുന്നു ഓണം വിന്നർ. പിന്നെ തലയണ മന്ത്രം. തലയണ മന്ത്രം 90 എന്ന് പറയുന്ന ആ ഒരു ഓണത്തിന് ഇറങ്ങിയ ഈ ഒരു സിനിമയ്ക്ക് ശേഷം അതുപോലത്തെ ഒരു വിജയം സത്യനന്ദിക്കാടിന് പിന്നെ കിട്ടിയത് 96 തൂവൽ കൊട്ടാരമാണ്. 1990ക്ക് ശേഷം 91 സന്ദേശമുണ്ട്, കനൽക്കാറ്റുണ്ട്, മൈ ഡിയർ മുത്തശ്ശൻ 92 ഒരുപാട് സിനിമകൾ, പിൻഗാമി, സന്താന ഗോപാലം ഒക്കെ ഉണ്ടെങ്കിലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ലഭിച്ചത് തൂവൽ കൊട്ടാരമാണ്. ഞാനത് എവിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ളതാണ്. തലയണ മന്ത്രത്തിന് ശേഷം പിന്നെ അതേപോലെ ബ്ലോക്ക് ബസ്റ്റർ സത്യനാഥ് ലഭിക്കാൻ കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അറിവുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എക്സ്പീരിയൻസും നമുക്കിതിൽ ഞാൻ പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യുക.